അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള ദൈവദൂതന്റെ അറിയിപ്പ്. ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള സദ്വാർത്ത. ലോകത്തിന് പ്രതീക്ഷയും പ്രകാശവും പകർന്ന ദിനം. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച ക്രിസ്തുമസ് രാവ്. ലോകത്തിന്റെ രക്ഷകൻ ജനിച്ച ദിനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മെ കാണുവാനും കേൾക്കുവാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാനുമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചവൻ ഇമ്മാനുവേൽ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു പിറന്ന ഉണ്ണി മിശിഹ. പരിമിതികളില്ലാത്തവനും പരിമിതികളിൽ ഒതുങ്ങിക്കൊണ്ട് സ്നേഹവും താഴ്മയും എളിമയും ശാന്തതയും കരുണയും ഒക്കെ സ്വന്തം ജീവിതവും തന്നിലേക്കുള്ള വഴികളുമാണെന്നുള്ള തിരിച്ചറിവ് പകരുന്ന കാത്തിരിപ്പിന്റെ 24 ദിവസങ്ങൾ. 2024 വർഷങ്ങൾക്ക് ശേഷവും യേശുവിന്റെ ഈ ശക്തി തെല്ലും കുറഞ്ഞിട്ടില്ല. അവിടുത്തെ മഹത്വപൂർണമായ കരങ്ങൾ താഴ്ന്നിട്ടുമില്ല. ഹെബ്രായരുടെ ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യേശു ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. തിരുസഭയിലൂടെയും സഭയിലെ ശുശ്രൂഷകളിലൂടെയും യേശു ഇന്നും പ്രവർത്തിക്കുന്നു. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും യേശു സജീവനായി സന്നിഹിതനാകുന്നു. മരണത്തെ ജയിച്ച് ഉത്ഥിതനായ മിശിഹ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. നമുക്ക് പുതുജീവൻ നൽകുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് നമ്മെ ശക്തിപ്പെടുത്തുവാൻ, നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ അത്യുന്നതൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കണ്ണും പൂട്ടി നമുക്ക് അവനെ വിശ്വസിക്കാം. എല്ലാറ്റിനും ഉപരിയായി അവനെ സ്നേഹിക്കാം. മാലാഖമാർ പാട്ടുപാടിയ ആ കുളിരുള്ള രാത്രിയിൽ ആകാശം ചായ്ച്ച് മണ്ണിൽ അവതരിച്ചവന് നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂടൊരുക്കാം. പുൽക്കൂട്ടിലെ ഉണ്ണി മിശിഹ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നന്ദി.